നമസ്കാരം. ഇന്നത്തെ വിഷയം ശരീരത്തെ അധ്വാനിപ്പിക്കുന്നതും പീഡിപ്പിക്കുന്നതും. ശരീരത്തെ അധ്വാനിപ്പിക്കുമ്പോൾ ശരീരം ക്രമാനുഗതമായി പുഷ്ടിപ്പെടും, പ്രബലമാകും, ശക്തി ആർജിക്കും. ശരീരത്തെ പീഡിപ്പിക്കുന്നത് പലതരത്തിലാണ്. ലഹരി ഉപയോഗം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ശരീരത്തെ പീഡിപ്പിക്കുന്നത്. അധ്വാനിപ്പിക്കുന്നത് ക്രമാനുഗതമാണെങ്കിൽ അത് ശരീരത്തിന് ഗുണമാണ്. ആ ക്രമാനുഗതമായ അധ്വാനം ഓരോരുത്തർക്കും ഓരോ തരത്തിലുമാണ്. ഓരോ വ്യക്തികൾക്കനുസൃതമായി അധ്വാനത്തിൻ്റെ തോത് വ്യത്യാസപ്പെടുന്നു. പൂച്ചയ്ക്കും പുലിക്കും പട്ടിക്കും കഴുതയ്ക്കും ഒക്കെ അധ്വാനഭാരത്തിൻ്റെ മികവും കഴിവും വ്യത്യസ്തമാണ്. എന്നതുപോലെ തന്നെ നമ്മൾക്ക് ഓരോരുത്തർക്കും ശാരീരികമായ കഴിവുകൾ വ്യത്യസ്തമാണ്. അത് നമ്മൾ കണ്ടെത്തി അതിനനുസൃതമായി ക്രമമായി ചിട്ടപ്പെടുത്തി ശരീരത്തെ അധ്വാനിപ്പിച്ചാൽ ശരീരം പുഷ്ടിപ്പെടും. നമുക്ക് നമ്മുടെ ശരീരവും മനസ്സും ആരോഗ്യത്തോടു കൂടി കൊണ്ടുപോകാൻ കഴിയും. ഒരു ഉദാഹരണം പറയാം. ഞാൻ 25-ാമത്തെ വയസ്സിൽ ജിമ്മ് തുടങ്ങി. അതിനു മുമ്പ് തന്നെ എക്സസൈസ് ചെയ്യുമായിരുന്നു, വ്യായാമം ചെയ്യുമായിരുന്നു. ജിമ്മ് ഇപ്പോൾ ഏകദേശം 30 വർഷം കഴിഞ്ഞു. എൻ്റെ പ്രായമുള്ള, എനിക്ക് 57 വയസ്സുണ്ട്. എൻ്റെ പ്രായമുള്ള ഒരാൾ ഇന്ന് ജിമ്മ് ചെയ്ത് തുടങ്ങിയാൽ ഈ ജീവിതകാലത്ത് ഒരിക്കലും സാധാരണഗതിയിൽ എന്നെപ്പോലെ പെർഫോം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? അവർക്ക് പറ്റുന്ന രീതിയിൽ കണ്ടെത്തി ചെയ്യുക. കൂടുതൽ അധ്വാനം ശരീരത്തിന് കൊടുത്താൽ അത് ശരീരത്തിന് ദോഷം ചെയ്യും, മസിലുകൾക്ക് ദോഷം ചെയ്യും. അതിനാണ് ഞാൻ പറയുന്നത്, ക്രമാനുഗതമായി നമ്മുടെ കഴിവനുസരിച്ച് അധ്വാനം കൊടുക്കണം. ഒരു ദിവസം സ്റ്റേഡിയത്തിൽ വന്നു, നമ്മളിവിടെ വന്നു, 10 റൗണ്ട് അങ്ങ് ഓടുവാന്ന് വിചാരിച്ച് ഓടിയാൽ കുഴപ്പമാകും. ആദ്യം 1 റൗണ്ട് ഓടണം, 2 റൗണ്ട് ഓടണം, നോക്കണം നമ്മുടെ കാലിന് വേദനയുണ്ടോ ഇല്ലയോ എന്ന്. പതുക്കെ കൂട്ടണം. അങ്ങനെ കൂട്ടിയാൽ നമ്മുടെ ശരീരം അതുമായി താദാത്മ്യം പ്രാപിക്കും. ശരീരം പതുക്കെ അതുമായി യോജിക്കും. അപ്പോൾ നമ്മൾ വ്യായാമം ചെയ്യുമ്പോൾ മറ്റൊരാളെ നോക്കി നമ്മൾ ചെയ്യരുത്. നമ്മളെ തന്നെ നോക്കണം. ഒന്നുകിൽ നല്ലൊരു ട്രെയിനറെ കണ്ടെത്തണം, അല്ലെങ്കിൽ നമ്മൾ സ്വയം നമ്മുടെ ശരീരത്തിൻ്റെ കഴിവ് കണ്ടെത്തണം. അതനുസരിച്ച് നമ്മൾ വ്യായാമം കൊടുക്കണം. പിന്നെ ശരീരത്തെ സുഖിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. ശരീരത്തെ പലതരത്തിൽ സുഖിപ്പിക്കുക. ഒന്ന്, വെറുതെ ഇരുന്ന് സുഖിക്കുക, അത് സുഖമാണെന്ന് കരുതുന്നവർക്ക്. 2, ലഹരികൾ ഉപയോഗിച്ച് സുഖിപ്പിക്കുക. അന്നേരം നിങ്ങൾ ഓർക്കുക, ലഹരി എല്ലാവരും ഉപയോഗിക്കും, ഞാനും ഉപയോഗിക്കുമായിരിക്കാം. അപ്പോൾ നിങ്ങൾ ഓർക്കുക, ലഹരി ഉപയോഗിക്കുമ്പോൾ തലച്ചോറ് സന്തോഷിക്കും, ശരീരം ദുഃഖിക്കും. പിന്നെ ഒരു കാര്യമുണ്ട്, ലഹരിയുടെ ഒരു രസം കുറച്ച് മണിക്കൂറുകളേ ഉള്ളൂ. ഏതൊരു ലഹരിയും അത് ഉപയോഗിക്കുമ്പോൾ മാത്രമാണ് അതിന് രസം ഉണ്ടാകുന്നത്. ഉപയോഗം കഴിഞ്ഞ് അതിൻ്റെ ഒരു പീരീഡ് കഴിയുമ്പോൾ, 2-3 മണിക്കൂർ കഴിയുമ്പോൾ അത് അസ്വസ്ഥതയാണ്. 2-3 ദിവസം അതിൻ്റെ അസ്വസ്ഥത നീണ്ടു നിൽക്കും. ലഹരി ഉപയോഗിക്കുന്നത് തെറ്റൊന്നുമല്ല, വല്ലപ്പോഴും ഒക്കെ ആകാം. ഏത് ലഹരിയല്ല, മയക്കുമരുന്ന് ഒഴിച്ചുള്ള ലഹരികളൊക്കെ ആകാം വല്ലപ്പോഴും എന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ നമ്മളിതൊന്നുമല്ല, ലഹരിയെപ്പറ്റിയല്ല പറയുന്നത്, നമ്മൾ വ്യായാമത്തെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ വ്യായാമം ചെയ്യേണ്ടത് ക്രമാനുഗതമായി നമ്മുടെ കഴിവനുസരിച്ച്, നമ്മുടെ ശരീരത്തിൻ്റെ ബലമനുസരിച്ച് നമ്മൾ വേണം വ്യായാമം ചെയ്യാൻ. അങ്ങനെ വ്യായാമം ചെയ്താൽ നമുക്ക് നമ്മുടെ ജീവിതം വളരെ സുഖകരമാകും, സന്തോഷകരമാകും. ആഹാരത്തിന് രുചിയുണ്ടാവും, കാഴ്ചയ്ക്ക് പച്ചിപ്പുണ്ടാകും, സംസാരിക്കാൻ ചടുലമായ ചലനമുണ്ടാകും. അങ്ങനെ എല്ലാത്തിനും നമുക്കൊരു പോസിറ്റീവായുള്ള എനർജി നമുക്കുണ്ടാകും. അതുകൊണ്ട് എൻ്റെ ഈ വീഡിയോ നിങ്ങൾ സശ്രദ്ധം കേട്ട് നിങ്ങൾ അഭിപ്രായം രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം.